ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് വ്ലോഗാണ്. ഹലോ, അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് വർക്ക്സൊക്കെ ചെയ്യാനുണ്ട്. അതിൽ ഫോട്ടോ ഫ്രെയിംസിൻ്റെ വർക്കും ഉണ്ട്, ഹാമ്പർ വർക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ബുക്കിൽ എഴുതി വെക്കാറുണ്ട് കേട്ടോ, ഇന്ന് എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. എഴുതി വെച്ചിട്ടില്ലെങ്കിലുള്ള ഒരു മെയിൻ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ഫോട്ടോ ഫ്രെയിംസിൻ്റെ വർക്കൊക്കെ ആകുമ്പോൾ ഫ്രെയിമിൻ്റെ കളർ ഏതാണ്, ഏത് സൈസാണെന്നുള്ളത് എപ്പോഴും ഇങ്ങനെ ഫോണിലെടുത്ത് നോക്കണ്ടേ. ഇതാകുമ്പോൾ പിന്നെ എഴുതി വെച്ചാൽ അത് അങ്ങോട്ട് നോക്കിയാൽ പോരെ. അപ്പോൾ ഇത് എനിക്ക് നാളെ കൊറിയർ അയക്കാനുള്ളതാണ് കേട്ടോ. ഒരു 1000 കോംബോ ആണ്. 1000 കോംബോയിൽ ഒരു A5ൻ്റെ സെറ്റാണ്. അപ്പോൾ ഈ കോംബോ അറിയാത്തവരോട് ഞാൻ പറയുകയാണ്, 1000 രൂപക്ക് 5 ഫോട്ടോ ഫ്രെയിംസ് കൊടുക്കുന്നുണ്ട്. അതും A5 സൈസാണ് കേട്ടോ. ഇനിയിപ്പോൾ A4 ആണെന്നുണ്ടെങ്കിൽ 1000 രൂപക്ക് 4 ഫ്രെയിമാണ് വരിക. അടുത്തതായിട്ട് എനിക്ക് വേറൊരു വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ പ്രിൻ്ററൊക്കെ ഓണാക്കി പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കുകയാണ്. ഇതിൻ്റെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഒരു 1500ൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ. അത് മാത്രമല്ല വേറെയും ഫ്രെയിം ഉണ്ട്, അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഈ 1500ൻ്റെ കോംബോയിൽ എന്തൊക്കെയാണുള്ളത് എന്നല്ലേ, 4 A4 ഫ്രെയിമും ഒരു A3 ഫ്രെയിമും ആണ് വരുന്നത്. അങ്ങനെ നമ്മുടെ പ്രിൻറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാനിത് കട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രിൻ്റർ A3 പ്രിൻ്ററാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം എൻ്റെ ഷീറ്റ് A3 ആയത് കാരണം എനിക്ക് 2 A4 ഒരു ഷീറ്റിൽ കിട്ടും. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അടുത്തതായിട്ട് ഫ്രെയിം എടുക്കുന്ന പരിപാടിയാണ്. ഇതാണ് എൻ്റെ ഫ്രെയിംസിൻ്റെ കളക്ഷൻ. ഇതിൽ ഏറ്റവും കുഞ്ഞ് സൈസ് മുതൽ A3 സൈസ് വരെയുള്ള ഫ്രെയിം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്ക് ചെയ്യാനുള്ളത് 1500ൻ്റെ കോംബോ അല്ലേ, അതിലേക്ക് 4 A4 ഫ്രെയിമും ഒരു A3 ഫ്രെയിമും ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ A4 എടുത്തു. A4 വൈറ്റ് കളറിലാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം വൈറ്റ് കളറിൽ തന്നെ ഞാൻ ചൂസ് ചെയ്തു. പിന്നെ ഒരുപാട് പേര് ചോദിക്കലുണ്ട്, നിങ്ങളെ ഫ്രെയിം ഗ്ലാസ് ആണോ എന്ന്. ഗ്ലാസ് അല്ല കേട്ടോ, ഇങ്ങനെയുള്ള അക്രിലിക് ഷീറ്റാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ചീപ്പാന്ന് വിചാരിക്കണ്ട. നമുക്ക് പുറത്തുനിന്ന് ഗ്ലാസ് ഫ്രെയിമിനേക്കാളും റേറ്റ് കൊടുക്കണം ഈ ഒരു ഷീറ്റിന് കേട്ടോ. അക്രിലിക് ഷീറ്റ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ഷീറ്റൊക്കെ ഞാനിവിടെ എടുത്ത് വെക്കാണ്. 4 A4 അല്ലേ എനിക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 4 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്രെയിം ചെയ്യുന്ന പരിപാടിയാണ്. അത് ഓൾറെഡി നിങ്ങൾ എപ്പോഴും കാണുന്നതായിരിക്കും. അപ്പം നമ്മൾ അക്രിലിക് ഷീറ്റിൻ്റെ മേലെ ഇങ്ങനെ പീൽ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. അത് പീൽ ചെയ്തിട്ടാണ് ഫോട്ടോസൊക്കെ വെച്ച് ഫ്രെയിമൊക്കെ സെറ്റാക്കൽ. അങ്ങനെ ഫ്രെയിമിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 4 A4 ഫ്രെയിമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ 4 A4ൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു A3 ഫ്രെയിം ആണ് കേട്ടോ. A3 ഫ്രെയിമും വൈറ്റ് കളറിൽ തന്നെയാണ് ഫ്രെയിം ചൂസ് ചെയ്തത്. പിന്നെ A3 ഫ്രെയിമിൽ ചെയ്യാനുള്ളത് ഒരു ബേബീൻ്റെ ഫോട്ടോ ഇങ്ങനെ കൊളാഷ് ചെയ്തിട്ട് ആളെ പേരൊക്കെ മേലെ എഴുതിയിട്ടാണ് കേട്ടോ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ A3 ഫ്രെയിമിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഈ കസ്റ്റമർക്ക് വേറെയും ഫ്രെയിം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെന്താന്ന് കാണണ്ടേ. ഈ ഫ്രെയിമാണ് കേട്ടോ, 4x6ൻ്റെ 3 ഫ്രെയിമാണ്. കൊളാഷൊക്കെ ചെയ്തിട്ടാണ് ഞാനിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഈ ഒരു ഹാമ്പർ വർക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു വെഡിങ് ആനിവേഴ്സറിക്കുള്ള ഗിഫ്റ്റാണ്, ഹസ്ബൻഡ് വൈഫിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു പിങ്ക് കളറിൽ വരുന്ന ഹാമ്പർ വേണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഹാമ്പർ തന്നെ വാങ്ങിയത്. പിന്നെ ഒരു A5ൻ്റെ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു. അതിൽ അവർ 4 ഫോട്ടോ ഒക്കെ കൊളാഷ് ചെയ്തിട്ട് ക്യാപ്ഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഒരു പെർഫ്യൂം ഉണ്ട്, ഞാൻ ഇതാണ് വാങ്ങിച്ചത് യാർഡ്ലിൻ്റെ. പിന്നെ ഒരു മിനി ഫ്രെയിമും കൂടെ ഉണ്ട് കേട്ടോ. ഫ്രെയിമായിട്ട് 2 ഫ്രെയിമാണ് ഇതിലുള്ളത്. പിന്നുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ സ്ക്രഞ്ച് ഉണ്ട്, പിന്നെ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അത് ഒരെണ്ണമാണ് അവർ പറഞ്ഞതെങ്കിലും ഞാൻ 2 വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇയറിങ്സും കൂടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ബോക്സിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് ഞാൻ ഹാമ്പറിൽ ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് പ്ലെയിൻ ആയിരുന്നു, കാണാൻ ഭംഗിയില്ലാന്ന് തോന്നിയപ്പോൾ അതിന് മേലെ ഒരു സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ആയിട്ട് ഡയറി മിൽക്ക് ആയിരുന്നു കേട്ടോ വെച്ചത്.
ഇനി ബാക്കിയുള്ള സ്പേസിൽ ഫ്ലവർ വെച്ചിട്ട് കുത്തി നിറക്കാന്നാണ് നമ്മളെ ടാസ്ക്. അതിന് വേണ്ടിയിട്ട് ആദ്യം ബേസിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ട് ഫ്ലവർ അതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ്. എങ്ങനെയാണ് ഭംഗി അതിനനുസരിച്ച് കുത്തി വെക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ആനിവേഴ്സറിൻ്റെ ഒരു കോട്ടും കൂടെ വെച്ചിട്ടുണ്ട്. ഇതവരെ 8th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അങ്ങനെ വിജയകരമായിട്ട് നമ്മളെ ഹാമ്പറിൻ്റെ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഈ ഒരു മിനി ആൽബാണ്. ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇതിലേക്കൊരു ബോക്സും കൂടെ ചെയ്യാനുണ്ട്. അത് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. ആ ബോക്സ് അത് ഉണ്ടാക്കിയിട്ടില്ല. അതിലേക്കുള്ള ആൽബമാണ് കേട്ടോ ഇത്. ഇതൊരു വാലന്റൈൻ തീമിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഫോട്ടോസും ക്യാപ്ഷനൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ആൽബം ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. നിലമ്പൂർ പാട്ടുത്സവം എന്ന് കേട്ടിട്ടുണ്ടോ? അതിന്റെ ഫൈനൽ ഡേ ആയിരുന്നു കേട്ടോ. പാട്ടുത്സവം തുടങ്ങിയിട്ട് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇതിന് വരുന്നത് കേട്ടോ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഊഞ്ഞാലും തോണിയിലൊക്കെ കയറാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം ഭയങ്കര റഷായിരുന്നു. എല്ലാ റൈഡിലും കയറാന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഒടുക്കത്തെ ക്യൂ ആയ കാരണം ഞങ്ങൾ ഇതിലൊന്നും കയറിയില്ല കേട്ടോ. ഇതിൽ കയറിയൊരവസ്ഥ പരിതാപകരായിരുന്നു. ലാസ്റ്റ് വട്ടം ഞാൻ തോണിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇനി കയറൂലാന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തതാണ്. ക്യൂനെയും ഐസിനെയും ഈ ഒരു റൈഡിൽ കയറ്റിട്ടോ. ക്യൂ ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെയുള്ള റൈഡിലൊക്കെ കയറുന്നത്. ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. വന്ന സ്ഥിതിക്ക് എന്തിലെങ്കിലൊക്കെ ഒന്ന് കയറണ്ടേ. അപ്പൊ ഞങ്ങൾ ഇതിൽ തന്നെ അങ്ങോട്ട് കയറാൻ വിചാരിച്ചു. ഫൈസിന്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. റൈഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം തിന്നു. പിന്നെ കുറച്ച് ഉപ്പിലിട്ടൊക്കെ കഴിച്ചു. ഉപ്പിലിട്ടത് ഞാൻ കഴിക്കുകയാണെങ്കിൽ കഴിക്കുന്നത് ഒന്നെങ്കിൽ ഇളന്തപ്പഴം അല്ലെങ്കിൽ പൈനാപ്പിൾ. ഇപ്രാവശ്യം ഞാൻ പൈനാപ്പിൾ ആണ് ട്രൈ ചെയ്തത്. ഈ സംഭവം എന്താണെന്നറിയോ? മെഹന്തി ഇടാനുള്ള അച്ചാണത്ര. പിന്നെ ഞങ്ങൾ നേരെ പോയത് കടല വാങ്ങി കഴിക്കാനായിരുന്നു. ഐസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് കേട്ടോ ഇത്. ചെറിയ കുട്ടികൾക്കുള്ള സംഭവം ആയതുകൊണ്ട് നമുക്കിത് നോക്കി നിൽക്കാനേ പറ്റൂ. ഈ ഒരു ട്രെയിനിലൊക്കെ കയറാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിലൊന്നും ആരും കയറുന്നില്ല. അപ്പൊ പിന്നെ എനിക്കൊരു മടി. അപ്പൊ ഞാൻ കയറിയില്ല. പിന്നെ നേരെ പോയത് പർച്ചേസിങ്ങിനാണ് കേട്ടോ. അവിടെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കമ്മലും വളയും ഒക്കെ ഉള്ളത് കണ്ടാൽ നമുക്ക് ഒക്കെ വാങ്ങിക്കാൻ തോന്നും. സംഭവം ഞാൻ ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യലൊന്നുമില്ല. പക്ഷെ കാണുമ്പോൾ ഒക്കെ വാങ്ങിക്കാൻ തോന്നും. ആഗ്രഹത്തിന്റെ പുറത്ത് 1-2 ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ പോയത് പായസവും ബോളിയും കഴിക്കാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പായസവും ബോളിയും. എനിക്ക് അങ്ങനെ ഇങ്ങനൊന്നും പായസം ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇവരത് ഭയങ്കര ടേസ്റ്റാണ്. അതേപോലെ നിലമ്പൂർ ചന്തക്കുന്നുള്ള ജാംജൂമത്തെയും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അവിടുന്ന് പായസവും ബോളിയൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് പാനിപൂരി കഴിക്കാനാണ് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് പാനിപൂരി. പാനിപൂരി എവിടെ കണ്ടാലും എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂല. എനിക്ക് അപ്പോൾ അത് വാങ്ങി കഴിക്കണം. അങ്ങനെ ഒരു പ്ലേറ്റ് പാനിപൂരിയൊക്കെ വാങ്ങി. പിന്നെ ഈ ഒരു പൊട്ടാറ്റോ റോള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫൈസിന്റെ ഫ്രണ്ടിന്റെ വൈഫ്. അപ്പൊ അത് ഓരോന്നും ഇങ്ങനെ ട്രൈ ചെയ്തു. നേരം ഒരു 11 മണി ആവുന്ന വരെ ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ചു നേരം സൊറ പറച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ നൈറ്റ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.